ഇന്ന് നമുക്ക് നല്ല കൊഞ്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൊഞ്ച് നല്ല വറുത്തരച്ച് കറ് കറായിരിക്കുന്ന കറിയാണ്. പക്ഷേ ഇത് ലൈറ്റിൻ്റെ വെട്ടം കൊണ്ടാണ് ലൈറ്റായിട്ട് തോന്നും. നല്ല കറ് കറ ഇരിക്കുന്ന നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ നല്ല കറിയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന വിധം എങ്ങനെയെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. അരമുറി തേങ്ങ, 3 കൊച്ചുള്ളി, 3 വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ തേങ്ങ മൂപ്പിക്കുക. വെളിച്ചെണ്ണ വീത്തി മൂപ്പിക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കും. തേങ്ങയില്ലേ മൂത്ത് വരുമ്പോൾ അതിന് എണ്ണ ഇറങ്ങിക്കോളും. മൂത്ത് വരുമ്പോഴത്തേക്ക് 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ തേങ്ങ മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളി, ഉപ്പ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂൺ ഉലുവാപ്പൊടി ഇതെല്ലാം ചേർത്ത് മിക്സിയിൽ നല്ലതുപോലെ അരച്ചെടുക്കുക. അപ്പോഴത്തേക്ക് ചട്ടി ചൂടാക്കി അതിലകത്ത് വെളിച്ചെണ്ണ വീത്തി കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഒരു 5 കൊച്ചുള്ളിയും 1 സവാളയും അരിഞ്ഞിട്ടത് കൂടെ ചേർത്ത് ഒരു തക്കാളി ഇട്ട് 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഉള്ളിയും തക്കാളി നല്ലതുപോലെ വഴണ്ട് വരും. അപ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടി നമ്മൾ ചേർത്തിട്ടില്ല. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യമുള്ള വെള്ളവും ചേർത്ത് അടപ്പടച്ച് നല്ലതുപോലെ തിളപ്പിക്കാൻ വയ്ക്കുക. അപ്പോഴത്തേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ച് ഈ അരപ്പിലോട്ട് തട്ടി നല്ലതുപോലെ ഇളക്കി അരപ്പൊന്ന് നല്ലതുപോലെ തിളച്ചതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും നമ്മളെ സൂപ്പർ കൊഞ്ച് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്.